എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കറി വയ്ക്കുന്നത് ചേമ്പൻ തണ്ടാണ്. ചിലരിതിനെ ചേമ്പൻ താളെന്നും പറയാറുണ്ട്. അപ്പം നമ്മൾ തണ്ടെന്നാണ് പറയാറ് കേട്ടോ. അപ്പം ഇല അങ്ങ് മുറിച്ചവിടെ തന്നെ കളയുന്നു. തളിരിലയാണെങ്കിൽ വേണമെങ്കിൽ കറി വയ്ക്കാനും എടുക്കാം. അപ്പോൾ ഇത് മുറിച്ചെടുത്ത് അതിൻ്റെ വരമ്പൊക്കെ ഒന്നങ്ങ് ചീകി കളഞ്ഞ് അതിനെ നന്നായി നമ്മൾ കഴുകിയെടുക്കുന്നു. കഴുകിയെടുത്ത ശേഷം കഷ്ണങ്ങളായിട്ട് ഏത് തരത്തിൽ വേണമെങ്കിലും ഏത് രീതിയിലാണ് നമുക്ക് മുറിച്ചെടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ മുറിച്ചെടുക്കാം കേട്ടോ. ഇനി കട്ടിംഗ് ബോർഡിൽ വെച്ച് വേണമെങ്കിൽ കട്ടിംഗ് ബോർഡ് വെച്ച് വേണമെങ്കിലും മുറിച്ചെടുക്കാം. ചില സമയം നമ്മളിത് അരിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കൈക്കൊരു ചൊറിച്ചിലുണ്ടാകും കേട്ടോ. അതിന് വേണ്ടിയതാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് തൂക്കുവേ. കഴുകി കൈ ഉണക്കിയ ശേഷം ഈ വെളിച്ചെണ്ണ ഒന്ന് തൂത്തങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ ഒന്ന് അടുപ്പ് കത്തിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക കൈ അതിൻ്റെ മുകളിൽ പിടിച്ച്. അപ്പോൾ പെട്ടെന്ന് ചൊറിച്ചിലൊക്കെ അങ്ങ് പോയിക്കോളും. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുകയാണ് കേട്ടോ. ഒരു കഷ്ണം മുളക് എടുത്തോളൂ, ഭയങ്കര എരിവാണ്. അതുകൊണ്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ചോപ്പറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. പിന്നെ തേങ്ങ ചിരകിയത് ചേർക്കും. തേങ്ങ വെറുതെ ചിരകി ചേർത്താൽ മതി. ഇനി നിങ്ങൾക്ക് ചെറുതായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണമെങ്കിലെടുത്ത് ആവശ്യമില്ല, അങ്ങനെ വെറുതെ ചിരകിയിട്ടാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട്, വെള്ളമൊന്നും ഒഴിക്കരുത്, ചെറിയ തീയിൽ സ്റ്റൗവിൽ വെക്കുക കേട്ടോ. ചെറിയ തീയിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് വെള്ളം വന്നെങ്കിൽ അതിൻ്റെ തന്നെ വെള്ളം ഒരു പക്ഷേ കാണും. വെള്ളം ഉണ്ടെങ്കിൽ വറ്റിക്കാനായിട്ട് ഇത്തിരി കൂടി തീ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആ ചെറുതീയിൽ തന്നെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിടണം. അല്ലെങ്കിൽ ചട്ടിയിൽ വെക്കുമ്പോൾ കരിയും. ചട്ടി വെക്കുന്നതാണ് എപ്പോഴും സ്വാദ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചട്ടി തന്നെയാണ് പരമാവധി തോരൻ കറികളൊക്കെ വെക്കത്തുള്ളൂ. ഇടയ്ക്കൊക്കെ നമ്മൾ മൂടി വയ്ക്കുക, എന്നിട്ട് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ 2 പ്രാവശ്യം എടുക്കുമ്പോഴത്തേക്കും വെന്തോളും കേട്ടോ. 2-3 തവണ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അത്ര സമയം വേവാനേ ഉള്ളൂ, ഭയങ്കര വേവൊന്നുമില്ല. ആകെ ഒരു 10-15 മിനിറ്റും കൊണ്ട് നമുക്ക് ഈ കറി റെഡിയാകും കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഓടിച്ചെന്ന് നമുക്ക് പറിച്ച് വയ്ക്കാവുന്ന ഒരു പച്ചക്കറിയാണിത്. പലരും ഇതിനെ അവഗണിച്ച് കളയുന്നതാണ്. കടയിൽ പോയി കുറേ വിഷം അടിച്ച സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കറി വെക്കും. ആ സമയത്ത് ഇങ്ങനെയുള്ളതൊക്കെ പറിച്ച് കറി വെച്ചാൽ എത്ര ടേസ്റ്റാണെന്നറിയുമോ. ടേസ്റ്റാണ്, ഗുണമാണ്. അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ നഷ്ടപ്പെടുത്താതെ കറി വെക്കുക കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇതാ തേങ്ങയൊക്കെ ആവശ്യത്തിന് നന്നായി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു രുചിക്കും ഒരു മണത്തിനും വെറുതെ ഒരു ലേശമാണ് എണ്ണയൊന്ന് വെളിച്ചെണ്ണയൊന്ന് തൂക്കി കൊടുക്കുക കേട്ടോ.
ആവശ്യമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോകളൊക്കെ കാണുക. എൻ്റെ ചാനൽ എന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് കമൻറ്റുകളൊക്കെ നിങ്ങൾ ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് കമൻറ്റായിട്ട് ഇടുക. ഓക്കെ. കറി വയ്ക്കുന്ന വേറെ എന്തെങ്കിലും രീതി ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യുക. ഇത് വേറെ പല രീതിയിൽ വയ്ക്കാം, വറുത്തരച്ചൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ടാറ്റാ.